ഡെവിൾ കാർഡിലേക്ക് പോകാം. നിങ്ങളൊരു അടിമത്തത്തിലേക്ക് പോകുമോ എന്ന് നിങ്ങൾക്ക് പേടിയുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ലെറ്റ് മീ ബി ഫ്രാങ്ക് വിത്ത് യു, ഒരു തേർഡ് പാർട്ടി റിലേഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാണുന്നുണ്ട്. കാരണം ഇവിടെ വന്നിട്ടുള്ള 2 മേജർ അർക്കാന കാർഡ്സാണ്. ഒന്ന് ഡെവിൾ കാർഡ് ആൻഡ് മൂൺ കാർഡ്. രണ്ടും നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മളെ വട്ടം ചുറ്റി നിന്ന് നമ്മൾ വല്ലാതെ പ്രഷറൈസ് ചെയ്ത് നമ്മളെ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഇതിൽ നിന്ന് എന്താണ്, എപ്പോഴാണ് ഒരു മോചനം എന്ന് നോക്കാം. ഒരു 3 monthsനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ച് സീക്രട്സ്, നിങ്ങൾ ഈ വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് കുറേ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ടയേർഡ് ആവുന്നുണ്ട്. ഓക്കെ, ഹോൾഡ് ഓൺ ചെയ്യുക. നമുക്ക് വരാൻ പോകുന്ന എനർജി, പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നുണ്ട്. അതിന് മുൻപുള്ള ഒരു സ്ട്രഗിളാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൺട്രോളിലല്ല പല കാര്യങ്ങളും ഇന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ തിരിച്ചു വരണം, നന്മയുടെ പാതയിലേക്ക് വരണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ അതിന് സാധിക്കാത്ത രീതിയിൽ വളരെ ശക്തമായിട്ട് നിങ്ങളെ സാഹചര്യങ്ങൾ ചേർന്ന് നിങ്ങൾ ചുറ്റി പിടിച്ച് വരിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇതിനെവിടെയാണ് ഒരു അവസാനം ഉള്ളത് എന്ന് നോക്കാം. 6 മാസത്തിനുള്ളിലാണ് ആ പരിഹാരം, ആ ഒരു സമാധാനം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. സൺ കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് വേറെ ഇല്ല. ഇത് വളരെ പെയിനുകൾ, വളരെ വേദനകൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു ഹീലിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങൾ ഹീലാവും, തീർച്ചയായിട്ടും നിങ്ങൾ ഹീലാവും. ഈ സൺ കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് വേദനകൾ അനുഭവിച്ച്, തെറ്റുകൾക്കുള്ള ശിക്ഷകൾ അനുഭവിച്ച്, കർമ്മ അനുഭവിച്ച് തീരുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു എനർജിയാണ് സൺ കാർഡിൻ്റെ എനർജി. അതൊരു 6 മാസത്തിനുള്ളിൽ, എന്ന് പറഞ്ഞാൽ 6 മാസം തികച്ചും എടുക്കുമെന്നല്ല, ഒരു 3 മാസം മുതൽ 6 മാസത്തിനുള്ളിലുള്ള ആ 3 മാസം, ആ ഒരു സമയത്താണ് നിങ്ങളിലേക്ക് ഈ ഹീലിംഗ് വരാൻ പോകുന്നത്. നിങ്ങളുടെ സഫറിങ് അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളെ ലൈഫിൽ ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടോ, അത് ചെയ്യാതെ സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു ലൈഫിലേക്ക് വരാനുള്ള അവസരമാണ് ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അതുവരെ നിങ്ങളൊന്ന് ഹോൾഡ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവുക, ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളിലും മിസ്റ്റേക്കുകളുണ്ട്, തിരിച്ചറിഞ്ഞിട്ട് പതുക്കെ അത് നിർത്താനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ആ ഹീലിംഗ് സംഭവിക്കും. നിങ്ങൾക്ക് എല്ലാ ലൈഫിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ 1 ഇയറിനുള്ളിലുള്ള എനർജി അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് 10 ഓഫ് പെൻറ്റക്കിൾസ്. പണമാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഗ്രൗണ്ടഡ്നെസ് ഒക്കെ തിരിച്ചു വരാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഈ പ്രശ്നങ്ങളിലെല്ലാം പെട്ട് ഫാമിലി നഷ്ടപ്പെട്ട പലരുണ്ടായിരിക്കാം, ജോലി നഷ്ടപ്പെട്ടവരുണ്ടായിരിക്കാം, കരിയറിൽ വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കാം, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് അതും പ്രശ്നത്തിലായിരിക്കാം. അങ്ങനെ വളരെയധികം ഇഷ്യൂസിന് ശേഷം 6 മാസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വരുന്നത് ഒരു സൺ കാർഡിൻ്റെ എനർജിയാണ്, ഹീലിംഗ് എനർജിയാണ്. അതിന് തൊട്ട് പിന്നാലെ നിങ്ങളിലേക്ക് വരുന്നത് സമൃദ്ധിയാണ്, അബണ്ടൻസ് ആണ്, ധനമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ടഫ് ആണെങ്കിൽ തന്നെ ഹോൾഡ് ഓൺ ചെയ്യുക. തെറ്റുകൾ ചെയ്യുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്നും തിരിച്ചു വരാനുള്ള എഫേർട്ട് എടുക്കുക. യൂണിവേഴ്സ് തീർച്ചയായിട്ടും അത് കാണാതിരിക്കില്ല. അങ്ങനെ തിരിച്ചു വരാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയുള്ള കാർഡാണ് സൺ കാർഡ്. ബ്യൂട്ടിഫുൾ എനർജി. ഇത്രയും കാർഡുകളുടെ ഈ പ്രശ്നത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ, ഫാമിലി, ധനം, പിന്നെ ഒരു കുടുംബജീവിതത്തിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുക. ഈ സമയത്ത് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ളത് നമുക്കൊരു ക്ലാരിറ്റി കാർഡ് എടുത്ത് നോക്കാം. യൂണിവേഴ്സിൻ്റെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുക, ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഗൈഡൻസ് ഫോർ മൈ വ്യൂവർ. ഇൻഡിപെൻഡൻസ്. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇൻഡിപെൻഡൻസിൻ്റെ കാർഡാണ്. സ്വന്തം കാലിൽ നിൽക്കുക. നിങ്ങൾ ആരുടെയെങ്കിലും കാൽ കീഴിൽ കിടന്ന് ചവിട്ടി അരയ്ക്കപ്പെടുന്ന ഒരവസ്ഥയാണോ? ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, നിങ്ങൾ ഒരു അടിമയെ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണോ? അതിൽ നിന്ന് പുറത്തു വരിക. ഇൻഡിപെൻഡൻസ്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുക. അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുക. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം തുടങ്ങിക്കഴിയുമ്പോൾ യൂണിവേഴ്സിൻ്റെ സൈഡ് കൂടി ചെയ്യും. അത് തീർച്ചയായിട്ടും നമ്മൾ എത്ര എഫേർട്ട് കൊടുക്കുന്നു അതിൻ്റെ 10 ഇരട്ടി എഫേർട്ട് യൂണിവേഴ്സ് ഇട്ട് തന്ന് നമ്മളെ കയറ്റി കൊണ്ടുവന്നിരിക്കും എന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കാർഡാണ്. നിങ്ങളുടെ ഇൻഡിപെൻഡൻസിലേക്ക്, സ്വന്തം കാലിൽ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമങ്ങളിലേക്ക് തിരിച്ചു വരിക. എന്തൊക്കെ ഡബിൾ എനർജിയാണ്, മൂൺ എനർജിയാണെന്നൊക്കെ പറഞ്ഞാലും ഈ സൺ കാർഡിൻ്റെ എനർജിയുടെ അത്ര വരില്ല. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി പോസിറ്റീവ്. നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം മാറി നല്ലൊരു
പ്രഭാതം നിങ്ങളിലേക്ക് വിടരാനിരിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങാനുള്ള നിങ്ങളുടെ സൈനിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നുവെങ്കിൽ ഇതാണ് നിങ്ങളുടെ സൈൻ. ഈ വീഡിയോ ആണ് നിങ്ങളുടെ സൈൻ എന്ന് മനസ്സിലാക്കുക, ആക്ഷൻ എടുത്ത് തുടങ്ങുക. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നിങ്ങൾക്ക് എന്താണ് ഈ സമയത്ത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ദയവായിട്ട് കമൻസിൽ മെൻഷൻ ചെയ്യുക.